नमस्ते बच्चों, सब लोग ठीक है ना। तो आज हम अपनी पढ़ाई दुआ से शुरू करेंगे। रब्बी अज़्ज़े वलातो अज़्ज़े व तम्मिम बिल है व बिक नस्तहीनु या फताहु रब्बी सिदनी इल्मा रब्बी सिदनी इल्मा रब्बी सिदनी इल्मा। तो पाठ 3 बुलंद हौसला पेज नंबर 70 हम 3 क्वेश्चन आंसर പഠിച്ചു ചുക്കാ था है ना। നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടിയോട് ചോദിക്കുന്ന ഇൻ്റർവ്യൂവിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അത് 3ൻ്റെയും ആൻസർ കുട്ടി പറഞ്ഞു, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, तो पेज नंबर 17 में पहला क्वेश्चन है ऊपर. ओके, मुगलाना प्रश्न, वीरता पुरस्कार पाकर आपको कैसा लगा? तो क्वेश्चन क्या है? वीरता पुरस्कार पाकर आपको कैसा लगा? तो प्रश्न का अंग्रेजी अर्थ है क्वेश्चन अल्ले. അതുപോലെ പ്രശ്നന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഉത്തർ. ഉത്തർ क्या है? ആൻസർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ बोर्ड എഴുതിയിട്ടിരുന്നു, നിങ്ങൾ എഴുതിയെടുത്തു, പഠിച്ചു അല്ലേ. तो यहाँ देखो, वीरता पुरस्कार पाकर आपको कैसा लगा? क्या है वीरता पुरस्कार? എന്താണ് വീരതാ പുരസ്കാരം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ധീരതയ്ക്കുള്ള പുരസ്കാരമാണ് വീരതാ പുരസ്കാർ. उसका अंग्रेजी शब्द क्या है? क्या है उसके अंग्रेजी शब्द? गैलेंट्री अवार्ड. क्या है? गैलेंट्री अवार्ड. वो भी तुम लिखा है, നിങ്ങൾ എഴുതിയിട്ടുണ്ട്. വീരതാ പുരസ്കാർ പാക്കർ ആപ്കോ കേസാ ലഗാ? വീരതാ പുരസ്കാരം കിട്ടിയപ്പോൾ അങ്ങേക്ക്, ആർക്കാണ്? ആഷ്നിയല്ലേ, ആഷിമ. ആഷിമയ്ക്ക് എങ്ങനെ തോന്നി? എന്തായിരുന്നു ആഷിമയുടെ ഫീലിംഗ്? ഓക്കെ, എന്തായിരുന്നു ആഷിമയുടെ ഫീലിംഗ് എന്ന് ചോദിക്കുകയാണ്. तो उसका उत्तर, मुझे बहुत खुशी हुई, मेरे साथ साथ मेरे मम्मी पापा और संगीता भी बहुत खुश थे. ഉത്തരം എന്താണ്? मुझे बहुत खुशी हुई, എനിക്ക് വളരെയധികം ഹാപ്പിയായി, വളരെയധികം സന്തോഷമായി. खुशी क्या है? खुशी हैप्पी हम पढ़ा है, तो एक और बार मैं हाँ लिखती हूँ. खुशी माने हैप्पी. हैप्पी, खुशी क्या है? हैप्पी. मुझे बहुत खुशी हुई, എനിക്ക് बहुत, बहुत माने वेरी. बहुत क्या है? वेरी. ഒരുപാട്, बहुत വെരി, ഒരുപാട്, വെരി മച്ച് ഹാപ്പി, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം എന്തായി? സന്തോഷമായി. മേരെ സാത്ത് സാത്ത്, സാത്ത് സാത്ത് ക്യാ ഹെ? എൻ്റെ കൂടെ. സാത്ത് മാനെ വിത്ത്. ഓക്കെ, മേരെ സാത്ത് സാത്ത് മേരെ മമ്മി പാപ്പ, എൻ്റെ അമ്മയും അച്ഛനും. മമ്മി കോൺ ഹെ? മമ്മി മദർ. മമ്മി മദർ, പാപ്പ फादर. मम्मी मदर पापा फादर. मेरे साथ मेरी मम्मी पापी और संगीता भी बहुत खुश थी. संगीता कौन है? उस लड़की जिसे ആഷിമ ബച്ചായി, है ना. ആരെയാണോ രക്ഷിച്ചത് ആ കുട്ടിയാണ് സംഗീത എന്ന് പറയുന്നത്. ആഷിമയുടെ ഫ്രണ്ടാണ് സംഗീത അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആഷിമ ആരെയെ രക്ഷിച്ചത്? സംഗീത എന്നുള്ള തൻ്റെ സുഹൃത്തിനെയാണ് ആഷിമ രക്ഷിച്ചത്. എങ്ങനെ രക്ഷിച്ചു? കുളത്തിൽ വീണ കുട്ടിയെ നീന്തി ചെന്നിട്ട് ആ കുട്ടിയെ വലിച്ച് കരക്കടുപ്പിക്കുകയാണ് ആര് ചെയ്തത്? നമ്മുടെ ആഷിമ ചെയ്തത്. അപ്പോൾ ആഷിമയ്ക്ക് അതിനുള്ള ആ ധീരത കാണിച്ചതിനുള്ള പുരസ്കാരമാണ് എന്ന് കിട്ടുന്നത്? റിപ്പബ്ലിക് ഡേയുടെ അന്ന് കിട്ടിയത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ. तो क्या है प्रश्न? വീരതാ പുരസ്കാർ പാക്കർ ആപ്കോ കേസാ ലഗാ? വീരതാ പുരസ്കാരം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് അനുഭവപ്പെട്ടു? ഉത്തരം എന്താണ്? ഉത്തർ, മുझे बहुत खुशी हुई, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. मेरे साथ साथ मेरे मम्मी पापा और संगीता भी बहुत खुश थे. എൻ്റെ കൂടെ എൻ്റെ അമ്മയും അച്ഛനും പിന്നെ സംഗീതയ്ക്കും വളരെയധികം സന്തോഷമായി. ദെൻ അഗ്ലാ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം താഴെ നോക്കരുത്, തൊട്ടിപ്പുറത്തെ സൈഡിൽ. ഓക്കെ, ഈ സൈഡിൽ നോക്കുക. नेक्स्ट क्वेश्चन, प्रश्न, 26 जनवरी की परेड में शामिल होकर आपको कैसा लगा? 26 जनवरी की परेड में शामिल होकर आपको कैसा लगा? 26 क्या है? 26, 26 जनवरी 26 परेड. परेड माने क्या है? परेड, परेड हिंदी वर्ड परेड
हिंदी वर्ड क्या है? परेड। उसका अंग्रेजी भी क्या है? अंग्रेजी भी परेड. പരേഡ് എന്ന് തന്നെയാണ് കേട്ടോ. ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും എന്താണ്? പരേഡ് എന്ന് തന്നെയാണ്. मैंने 26 जनवरी की परेड में शामिल होकर എന്ന് വെച്ചാൽ അതിൽ പങ്കെടുത്തിട്ട്, ഷാമിൽ ഹോനാമാനെ പങ്കെടുക്കുക, കൂടിച്ചേർന്നിട്ട് പങ്കെടുത്തിട്ട്. आपको कैसा लगा? നിങ്ങൾക്കത് എങ്ങനെ അനുഭവപ്പെട്ടു? कैसा माने ഹൗ, ലഗ അനുഭവപ്പെട്ടു. എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ്, എന്തായിരുന്നു ആ ഒരു അനുഭവം എന്തായിരുന്നു എന്ന് പറയാമോ എന്ന് ആഷിമയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആഷിമാൻ്റെ ഉത്തരം പറയാണ്, मैंने इस परेड को हमेशा टीवी पर ही देखा था. എന്താ പറഞ്ഞേ? मैंने इस परेड को, ഞാൻ ഈ പരേഡൊക്കെ हमेशा टीवी पर ही देखा था. हमेशा, हमेशा क्या है? हमेशा माने ऑलवेज. क्या है? हमेशा. ഹമേഷ മാനെ ഓൾവേസ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പരേഡൊക്കെ ടി വിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ടി വി പർ ഹി ദേക്കാ ഥാ, ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. ലേക്കിൻ, പക്ഷേ, ലേക്കിൻ മാനെ ബട്ട്, ലേക്കിൻ ഖുദ് ഇസ്കാ ഹിസ്സ ബൻകർ മുझे गर्व हुई. खुद, खुद क्या है? खुद, खुद माने माई सेल्फ. खुद क्या है? माई सेल्फ. यहाँ देखो, खुद. खुद माने माई सेल्फ, അതായത് ഞാൻ, എനിക്ക്. എനിക്ക് इसका हिस्सा बनकर, हिस्सा, हिस्सा का अर्थ है, ഹിസ്സ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സായുടെ പകുതിയും സായുമാണ് എഴുതേണ്ടത്. ഹിസ്സ, ഹിസ്സ മാനെ പാർട്ട്. ക്യാ ഹെ? പാർട്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടൊരു പാർട്ട് അല്ലേ? ഹിസ്സാമാനെ പാർട്ട്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്, ഹിസ്സാമാനെ പാർട്ട് ഭാഗം. ഇതിൻ്റെ ഭാഗമാകാൻ, ബൻകർ കഴിഞ്ഞത്, ആ ഭാഗമാകാൻ കഴിഞ്ഞതിൽ മുझे गर्व हुआ, എനിക്ക് വളരെയധികം ഗർവുണ്ട്. ഗർവ് ക്യാ ഹെ? ഗർവ് മാനെ പ്രൗഡ്. ക്യാ ഹെ? പ്രൗഡ്. देखो, गर्व, പ്രൗഡ്. क्या है? गर्व, പ്രൗഡ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. എന്താണ്? അഭിമാനിക്കുന്നു. तो एक और बार देखो प्रश्न. 26 जनवरी की परेड में शामिल होकर आपको कैसा लगा? 26 തീയതി, ജനുവരി 26 പരേഡിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? उसका उत्तर, मैंने इस परेड को हमेशा टीवी पर ही देखा था. ഞാൻ ഇങ്ങനെയുള്ള പരേഡെല്ലാം എപ്പോഴും ടി വിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. लेकिन खुद इसका हिस्सा बनकर मुझे गर्व हुआ. लेकिन പക്ഷെ ആദ്യമായിട്ട് ഇതിൽ ഞാൻ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഞാൻ എന്നിൽ വളരെയധികം അഭിമാനിക്കുന്നു. അപ്പോൾ ആ കുട്ടി അങ്ങനൊരു ബ്രേവറി ചെയ്തതുകൊണ്ട്, അങ്ങനൊരു ധീരത ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് എന്ത് കിട്ടിയത്? അവാർഡ് കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ അതിൽ ആ കുട്ടിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. तो एक और बार देखो, प्रश्न ये है, वीरता पुरस्कार पाकर आपको कैसा लगा? मुझे बहुत खुशी हुई. मेरे साथ साथ मेरे मम्मी पापा और संगीता भी बहुत खुश थे. വീരതാ പുരസ്കാരം കിട്ടിയപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ അനുഭവപ്പെട്ടു? അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ സന്തോഷത്തോടൊപ്പം എൻ്റെ അമ്മയും അച്ഛനും സംഗീതയും വളരെയധികം സന്തോഷിച്ചു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 26 जनवरी के परेड में शामिल होकर आपको कैसा लगा? 26 തീയതി, ജനുവരി 26 പരേഡിൽ പങ്കെടുത്തപ്പോൾ താങ്കൾക്കത് എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്? मैंने इस परेड को हमेशा टीवी पर ही देखा था. ഞാൻ ഈ ഇങ്ങനെയുള്ള പരേഡൊക്കെ എപ്പോഴും ടി വിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. लेकिन खुद इसका हिस्सा बनकर मुझे बहुत गर्व हुआ. പക്ഷേ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിൽ ഞാൻ വളരെയധികം അഭിമാനിതയാണ് എന്നാണ് ആര് പറഞ്ഞത്? ആഷിമ പറഞ്ഞത്. അപ്പോൾ ഈ പാഠം ഒന്നുകൂടി നല്ലതുപോലെ വായിക്കാം. അപ്പോൾ ആഷിമ എന്താ പറയുക? മധ്യപ്രദേശ് में रहने वाली 9 वर्षीय आशिमा ने जो किया उसे करने से पहले बड़े बड़े ही 10 बार सोचेंगे. आशिमा ने अपनी दोस्त संगीता को बचाकर दोस्ती की मिसाल कायम की है. उसकी इस बहादुरी के लिए उसे वीरता पुरस्कार से सम्मानित किया गया है. അപ്പോൾ മധ്യപ്രദേശിൽ താമസിക്കുന്ന ആഷിമ എന്ന 9 വയസ്സുള്ള പെൺകുട്ടി എന്താ ചെയ്തത്? തൻ്റെ സുഹൃത്തായ സംഗീത കുളത്തിലേക്ക് വീണപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ധൈര്യസമേതം കുളത്തിലേക്ക് എടുത്ത് ചാടി ആ കുട്ടിയെ രക്ഷിച്ചു.
അപ്പോൾ അതിനാണ് നമ്മുടെ ആശിമയ്ക്ക് വീരതാ പുരസ്കാരം കിട്ടിയത്. എന്നാ കിട്ടിയത്? ഗണതന്ത്ര ദിവസ് पर. ഗണതന്ത്ര ദിവസം എന്നാണ്? ജനുവരി 26 ജനുവരി 26 ജനുവരിയാണ് ഗണതന്ത്ര ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ, ആചരിക്കുന്നത്. റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം ഇത് ഇൻ്റർവ്യൂ, ഈ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് വേറൊരു അടുത്ത കുട്ടിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. तो यहाँ देखो खुशी हैप्पी നമ്മൾ പഠിച്ചതാണ്. बहुत वेरी मम्मी मदर पापा फादर then parade the parade हमेशा always खुद myself हिस्सा पार्ट गर्व proud. അപ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾ നിങ്ങളുടെ ഓൾ നോട്ട് ബുക്കിൽ എഴുതുക. നമ്മൾ പഠിച്ച ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെയും എഴുതേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഓരോ പാരഗ്രാഫ് പഠിക്കുമ്പോൾ അതിനകത്തുള്ള മീനിങ്സ് ആണ് മിസ് ഇവിടെ എഴുതിയിടുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നല്ലതുപോലെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക, ലൈവ് ക്ലാസ് ചോദിക്കുക, അതല്ലെങ്കിൽ വാട്സപ്പ് क्लास ചോദിക്കുക. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.